പല പല മോഡലുകളുള്ള വെറൈറ്റി തായ് ഫ്രോഗുകളൊന്ന് പരിചയപ്പെട്ടാലോ, എളുപ്പത്തിലും പോയി വന്നാലോ. നമ്മളെ നോക്കൂല, മീൻ ഈ ഫ്രോഗിനെ മാത്രമേ നോക്കുള്ളൂ. ഈ ഫ്രോഗിനെ നോക്കി മീൻ പുറകെ വന്ന് ഇങ്ങനെ മുകളിലോട്ട് വന്ന് ഇങ്ങനെ പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ റെക്സൻ. വെൽക്കം ടു മൈ ചാനൽ ടാക്ലിഡ്സ് വ്ലോഗ്സ്. അപ്പോൾ ടാക്ലിഡ്സ് വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാ കുട്ടികളും സ്വാഗതം. അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഫിഷിംഗ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന ഇടയ്ക്കെങ്കിലും. ഇപ്പം ശരിക്കും നമുക്ക് ഓഫ് സീസണാണ്. ശരിക്കും മീൻ എടുക്കാത്ത സമയമാണ് ഇപ്പോൾ. കാരണം മീനിൻ്റെ പൊതുവേ അവരുടെ സന്തതി വരുമ്പോൾ സൃഷ്ടിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അവർ വായ വിളിച്ച് അടിക്കൂല. ഇര എടുക്കാൻ വേണ്ടി മീൻ അടിക്കാത്ത സമയമാണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോക്ക് കുറവാണ്. പൊതുവേ ഈ സമയത്ത് പോയാൽ മീൻ അടിക്കൂല. അത് നമുക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് പോകാറില്ല. വെള്ളം ശരിക്കും ഇരുന്ന് ഒരുമാതിരി ഒരു ഫീഡ് എടുക്കുന്ന സമയം, പൊടി മീനുകളുടെ എണ്ണം കുറഞ്ഞ് മീനുകൾ ഫീഡ് എടുക്കുന്ന സമയത്ത് പോയാലേ മീൻ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ആഴ്ചയിൽ ഒരു ദിവസം 2 ദിവസം പോയിട്ടിങ്ങനെ പോരും. ഈ ടൈം ആയി കഴിഞ്ഞാൽ വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പറ്റുമെന്നുണ്ടെങ്കിൽ 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം എങ്ങനെയെങ്കിലും പോകും. ഒരു ദിവസം നമ്മൾ ലീവ് എടുക്കുക. ഒരു ദിവസം ഞായറാഴ്ച ആയിരിക്കും മിക്കവാറും. അല്ല, ഞായറാഴ്ച എല്ലായിടത്തും ചൂണ്ടക്കാരിലാണ് അന്ന് ഇറങ്ങി കുറവായി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഈ സമയം ലീവ് എടുത്ത് എൻജോയ് ചെയ്യുക. മാക്സിമം ഒരു 1-2 ദിവസം മാത്രം പോവുക. ആ ഫ്രോഗിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്രോഗ് ഇട്ട് കഴിഞ്ഞാൽ ഈ മീൻ ഒരിക്കലും പിന്നെ അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഈ തായ് ഫ്രോഗ് എന്ന് പറയുന്ന സാധനം നിങ്ങളത് പരിചയപ്പെടുത്താൻ വേണ്ടിയത് നമ്മുടെ കണ്ടമാനം കൂട്ടുകാർ യൂസ് ചെയ്യുന്ന സാധനം തന്നെയാണ്. അപൂർവം കുറച്ച് പേര് മാത്രമേ അത് ഉപയോഗിക്കാത്ത ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് തായ് ഫ്രോഗ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതൊരു തായ് ഫ്രോഗ് ഉണ്ട്, ജോസ് ഫ്രോഗ്, ബോട്ട് ടൈപ്പിൻ്റെ ജോസ് ഫ്രോഗ് എന്ന് പറയുന്ന തായ് ഫ്രോഗ് നമ്മൾ പുറത്തുനിന്ന് വരുത്തിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നോർമലി പാർട്സ് പറഞ്ഞത് വുഡനായിട്ടുള്ള മെറ്റീരിയൽ 9 grams ഉണ്ട് ഇതിൻ്റെ വെയിറ്റ്. വുഡനായിട്ടുള്ളൊരു മെറ്റീരിയൽ വരും, പ്ലസ് അതിൻ്റെ ബാക്കിൽ സ്കേർട്ടിങ് വരും. ഈ സ്കേർട്ടിങ് ശരിക്കും മീനൊരു അട്രാക്റ്റർ കിട്ടും. അതേസമയം മീൻ ഈ ഹുക്കിൽ നിന്ന് കാണാണ്ടിരിക്കാനായിട്ട് പെട്ടെന്ന് മീൻ ഹുക്കിലോട്ട് ശ്രദ്ധിക്കില്ല, അതിന് വേണ്ടിയുമായിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഒരു സംഗതിയാണ്. റബ്ബറിൻ്റെ ആയിരിക്കും മിക്കവാറും. പിന്നെ അതിൻ്റെ ബാക്കിൽ വരുന്നത് 2 അടിപൊളി ബാർബുള്ള 2 ഹുക്ക് ഉണ്ടാവും. പിന്നെ അതിന് ഒരു വെയിറ്റ് ആഡ് ചെയ്തേക്കുന്ന ഒരു പോർഷൻ, പ്ലസ് 2 വീഡ് ലോക്ക്, സേഫ്റ്റി ഗാർഡ് വീഡ് ലോക്ക് ഉണ്ടാവും, പുല്ലിൻ്റെയൊക്കെ മെലിക്കിട്ട് വലിക്കാൻ പറ്റിയ. അപ്പം അത്രയുമാണ് നോർമലി തായ് ഫ്രോഗിന് ഉണ്ടാവണം. അപ്പോൾ ഈ തായ് ഫ്രോഗ് തന്നെ പല മോഡലുകളിലുണ്ട്. ഇതിപ്പോൾ ഇത് കണ്ട ഒരു ഫ്രണ്ട് ഭാഗം ഇങ്ങനെ കുഴിച്ച് വെച്ചേക്കണ ഒരു മോഡൽ തായ് ഫ്രോഗാണ്. ആ തായ് ഫ്രോഗ് നമുക്ക് അത്യാവശ്യം ഇങ്ങനെ ഒരു ബൾബിളൂ എന്ന് പറഞ്ഞ നല്ല സൗണ്ട് ഉണ്ടാക്കി നല്ല രീതിയിൽ വരുന്ന ഫ്രോഗാണ്. അത്യാവശ്യം ചെറുമീനും വലിയ ബ്രാലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കയറി അടിക്കും ഇതിന്, ഈ സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആക്ഷനാണ്. ഈ ഫ്രോഗിന് അപ്പ് ആൻഡ് ഡൗൺ പ്ലസ് വൈറ്റ് രീതി 2 ആക്ഷനുള്ള ഡ്യുവൽ ആക്ഷനുള്ള ഫ്രോഗാണ് കേട്ടോ. ഇത് ഓൾറെഡി നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്, 100 രൂപക്കൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ജിംജൻ്റെ ഇടയിലേക്ക് ഈ ഫ്രോഗ് സെയിലിനുണ്ട്. അപ്പം ഇതാണ് ഒരു മോഡൽ ഫ്രോഗ്. ഈ മോഡൽ തായ് ഫ്രോഗ് ധാരാളം മീൻ കയറിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് നിങ്ങൾ ജസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ #ടാക്ലിഡ്സ് വ്ലോഗ്സ് ഗോസ്റ്റ് ഫ്രോഗ്സ് എന്നടിച്ചാൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റുമല്ലോ. നമ്മുടെ #ഗോസ്റ്റ് ഫ്രോഗ്സ് എന്നടിച്ചാലും നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ചാനലിൽ കയറിയിട്ട്. രണ്ടാമത് വന്ന ഒരു മോഡലാണ് ഈ ഒരു മോഡൽ. ഇതണ്ട, ഇത് ലെപ്പഡ് 45 എന്ന് പറഞ്ഞ ഫ്രോഗിൻ്റെ കോപ്പിയാണ്. ഇതിന് ലെപ്പഡ് 45നേക്കാളും ഒരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട്. ഇത് ഫ്ലോട്ടിംഗ് ആണ്, വെള്ളത്തിൻ്റെ മുകളിൽ നമുക്ക് വലിച്ചിട്ട് വീഡ്സിൻ്റെ ഇടയിൽ പുല്ലിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്കവിടെ നിർത്തി കൊടുക്കുക. അനക്കി ഇങ്ങനെ എടുത്തിട്ട് ശരിക്കും തവള വരുന്ന പോലെ വരും. മീനുണ്ടെങ്കിൽ അപ്പം തന്നെ കയറി ചാമ്പും കേട്ടാ. ഇത് വേറെ മോഡൽ. ഇതിൻ്റെ ഇത് കണ്ട ഫ്രണ്ട് ട്രയാങ്കിൾ ആയിരിക്കും, ആക്ഷൻ ഇങ്ങനെ പണ്ട ആക്ഷൻ ആയിരിക്കും, ഒരു സൗണ്ടും ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. ഈ മോഡലിലും നമുക്ക് ന്യായമായിട്ട് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്ലോട്ടിംഗ് അല്ല കേട്ടോ. അടുത്തൊരു മോഡൽ ഇങ്ങനെ ഫ്രണ്ട് ട്രയാങ്കിൾ ആയിട്ടുള്ള മോഡൽ. ഇത് വൈറ്റ് ആക്ഷൻ ഇങ്ങനെ വൈ പോലെ വെട്ടി നല്ല ഒരു ബോബ്ലിംഗ് സൗണ്ട് ആയിരിക്കും ഇതിനുള്ളത്. അത്യാവശ്യം ബാക്കിയെല്ലാം സെയിം പാറ്റേൺ തന്നെയാണ്. ബാക്ക് സൈഡിൽ ഈ റബ്ബറും വീട്ടിലൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം അപ്രോക്സിമേറ്റ് 8 grams ഒക്കെ ഉള്ളൊരു ഫ്രോഗ് ഉണ്ട്. പിന്നെ ഒരു മോഡലുള്ളതാണ് ഈ ട്രയാങ്കിൾ പോലെ ഇരിക്കണ ഒരു മോഡൽ. ഇതിൽ 2 സൈസ് ആക്ഷൻ, അതായത് വൈറ്റ് പ്ലസ് ജമ്പിങ് ആക്ഷൻ കിട്ടുന്ന ഒരു മോഡൽ ഫ്രോ ആണ് ഇത്. അങ്ങനെ ഇതിന് നമ്മൾ ഫേസിൽ വരുത്തുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ചിട്ട് ഇതിൻ്റെ ആക്ഷൻസ് മാറിക്കൊണ്ടിരിക്കും. ഓരോ രീതിയിൽ ആക്ഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എക്സ്ട്രാ റിസൾട്ട്, ഇരട്ടി റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇതിന് റബ്ബർ ഫ്രോഗിനെ വെച്ചിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ റബ്ബർ ഫ്രോഗ് വേറെ ചത്ത പോലെ പുല്ലിൻ്റെ സൈഡിൽ കൂടി ഇങ്ങോട്ട് വരുള്ളൂ, ഒരു ചെറിയൊരു സൗണ്ട് ഉണ്ടാവും. നേരെ മറിച്ച് ഇതിൽ നല്ല ഓളവും അതേപോലെ അത്യാവശ്യം നല്ല സൗണ്ടും ഉണ്ടാവും. വെള്ളത്തിൻ്റെ അടിയിലേക്ക് ശരിക്കും ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിൽ അടിയിൽ നിൽക്കണം, അതായത് ചെളിയുടെ അടിയിൽ
ചെളിയുടെ അടിയിൽ നിൽക്കണം, വെയിലത്ത് ചെളിയുടെ അടിയിൽ പൂണ്ട് നിൽക്കണ ബ്രാലുകളുണ്ടാവും. അമ്മമാരി വരെ മടിയിൽ പൊന്തി വന്നടിക്കും. അതാണ് ഈ തായ് ഫ്രോഗുകളുടെ പ്രത്യേകത. ചില ഫ്രോഗുകളുണ്ട്, എല്ലാവരും അല്ല. പണ്ട് നമ്മൾ ഫിഷിംഗ് ബോൾട്ടിൻ്റെ ഒരു തായി 1000 ചില്ലാണ്ട് കൊടുത്തെടുത്തിട്ടുണ്ട്. ആ ഫ്രോഗിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്രോഗ് ഇട്ട് കഴിഞ്ഞാൽ ഈ മീൻ ഒരിക്കലും പിന്നെ ഇതിനെ നോക്കൂല, നമ്മളെ നോക്കൂല. മീൻ ഈ ഫ്രോഗിനെ മാത്രമേ നോക്കുള്ളൂ. ഈ ഫ്രോഗിനെ നോക്കി മീൻ പുറകെ വന്ന് ഇങ്ങനെ മുകളിലോട്ട് വന്ന് ഇങ്ങനെ പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അത് റിസൾട്ടാണ്. പിന്നെ ഇതൊന്നും പൊതുവേ എല്ലാവരും യൂസ് ചെയ്യാത്തതുകൊണ്ട് റിസൾട്ട് എപ്പോഴും ഡബിളായിരിക്കും. എല്ലാവരും യൂസ് ചെയ്യണ ഫ്രോഗുകൾ എപ്പോഴും റിസൾട്ട് കുറവായിരിക്കും. ഈ മീൻ നമുക്ക് ആ മോഡൽ ട്രയാങ്കിൾ മോഡൽ അടിച്ച മീനാണ് കേട്ടോ. ഇരുപത്തി ഏത് പുല്ലിൻ്റെ ഞണ്ടിൻ്റെ മീനിലിട്ട് വലിക്കുക. അത്യാവശ്യം 1 മീറ്റർ ഗ്യാപ്പിൽ നിന്ന് പോലും എനിക്ക് അടിക്കാറില്ല. എനിക്ക് പിന്നെ ഇത് പിടിച്ച് നമുക്കിപ്പോൾ തായിട്ട് നമുക്ക് ശീലമായി. നിങ്ങൾക്കും ഒരു കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 10 ഇരട്ടി മീനെ എളുപ്പത്തിൽ പിടിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നിസ്സാര സമയം മതി. നമ്മൾ വലിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോയി വലിച്ച് അങ്ങനെ ചെയ്യുക. അധികം നേരം നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഫിഷിങ്ങിന് വേണ്ടി. അതുപോലെ നിൽക്കണതിൽ ഏറ്റവും മുള്ളിൽ മുഴുത്ത മീൻ ഏതാണോ അതായിരിക്കും തായിൽ ആദ്യം പിടിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഡിസ്റ്റർബിങ് സൗണ്ടും ആക്ഷനുമാണ് തായ്ക്കുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു 1900 മോഡലോളം തായ് ഫ്രോഗുകളുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഏരിയയിൽ ബെസ്റ്റ് സൂട്ട് ആവണ മോഡൽ ഫ്രോഗ് നോക്കിയിട്ട് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തെടുത്തിട്ട് മാക്സിമം യൂസ് ചെയ്ത് നോക്കുക. തായ് ഫ്രോഗ് കൂടി ടെസ്റ്റ് ചെയ്യുക. നല്ല റിസൾട്ടുള്ള ഫ്രോഗാണ്. നമ്മുടെ ഇന്ന് എടുക്കണമെന്നില്ല, ഇഷ്ടംപോലെ മോഡൽ കമ്പനികളുണ്ട്. നമ്മൾ ജസ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. നമ്മുടെ ഫ്രോഗ് നമുക്ക് എപ്പോഴായാലും ഇങ്ങനെ മൂവായി പോകും. പയ്യനെ അതിങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കും, പ്രശ്നമില്ല. മാത്രമല്ല നമ്മളിത് ചെയ്യാൻ വേണ്ടി തന്നെ പോകണേണ്. മീൻ അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വിളിച്ചുകൊണ്ടേയിരിക്കും. ഈ സാധനം നേരം കൊടുക്കാൻ സാധനം ഉണ്ടാവില്ല, അതാണ് പ്രശ്നം. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയൊക്കെയാണ് ആയിപ്പോയത്. എന്തായാലും അപ്പോൾ താല്പര്യമുള്ളവർ മാക്സിമം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് കയറാൻ പറ്റണവർ, അഡ്മിൻസ് ഉള്ള ഗ്രൂപ്പ് ആയതുകൊണ്ട് എല്ലാം കൂട്ടൊന്നും ഉണ്ടാവില്ല. താല്പര്യമുള്ളവർ കയറാം. ഒരു സൈലൻറ്റ് ഗ്രൂപ്പാണ്. നമ്മുടെ വല്ല വീഡിയോസും ഫോട്ടോസും മാത്രമേ നമ്മൾ ഇടാറുള്ളൂ. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ കയറാം, മറക്കണ്ട കേട്ടോ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഏരിയയിൽ ബെസ്റ്റ് സൂട്ടായുള്ള തായ് ഫ്രോഗുകൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. നമ്മുടെ ഇതിനോടൊന്നുമില്ല, താല്പര്യമുള്ളവർ എടുക്കുക. ഓക്കെ.